ഇപ്പോഴത്തെ ഇന്ത്യൻ സ്മാർട്ട് ഫോൺ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പ്രത്യേകിച്ചും ബഡ്ജറ്റ് സെഗ്മെൻറ്റിനകത്ത് നമുക്ക് പല ഫോൺസാണ് കിട്ടുന്നത്. അതിനകത്ത് തന്നെ ഇപ്പോൾ നമ്മളൊരു 20,000 പ്രൈസ് റേഞ്ച് എടുക്കുവാണെങ്കിൽ ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്തതിൽ വെച്ച് എനിക്ക് നല്ലൊരു ഫോണായിട്ട് തോന്നിയ ഒരെണ്ണമാണ് റിയൽമി 7 Pro. ഈ ഫോൺ പെർഫോമൻസ് ഏറ്റവും കൂടുതൽ തരുന്ന ഫോണോ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്യാമറ അപ്പോൾ അങ്ങനത്തെ ഫോണല്ല. അതിന് പകരം നമുക്കിവിടെ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് ഈ ഫോണിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ ബാറ്ററിയും അതുപോലെ തന്നെ ചാർജിങ് ആണ്. ബാറ്ററി തന്നെ ചാർജിങ് ആണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം വെച്ചാൽ അതാണ് ഈ ഫോണിൻ്റെ ഏറ്റവും ഹൈപ്ഡ് ആയിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് വരുന്ന ചാർജർ ഒരു 65 വാട്ട് ഫാസ്റ്റ് ചാർജറാണ്. അപ്പോൾ അതിനെ സൂപ്പർ ഡോട്ട് ചാർജിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ 65 വാട്ട് ചാർജർ ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ ചാർജ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 0% നിന്ന് 100% ആവാൻ വേണ്ടി ഒരു 35 മിനിറ്റൊക്കെ എടുക്കൂ. അപ്പോൾ അത് ഏറ്റവും ഭയങ്കര ഒരു ഹൈലൈറ്റ് ഫീച്ചർ തന്നെയാണ്. അതും ഇവിടുത്തെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 4500 mAh ആണ്. പക്ഷേ ഇവിടുത്തെ ചാർജിങ് ഏറ്റവും ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബാറ്ററി ബാക്കപ്പ് ഏറ്റവും ബെസ്റ്റ് ഒന്നുമല്ല. അതിന് വരെ നല്ല ബാറ്ററി ബാക്കപ്പ് എന്നേ പറയാൻ പറ്റൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉപയോഗത്തിൽ എനിക്ക് കിട്ടിയ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് ഒരു 5 മണിക്കൂറിനും ഒരു 6 മണിക്കൂറിനും ഇടയ്ക്കാണ്. അപ്പോൾ അത് നമ്മുടെ യൂസേജ് അനുസരിച്ചാണ്. ഇപ്പോൾ ബ്രൈറ്റ്നസ് ഒരുപാട് കൂട്ടിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 5 മണിക്കൂറൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ബ്രൈറ്റ്നസ് ഒക്കെ നമുക്കൊരു 50% താഴേക്ക് വെച്ച് അതുപോലെ തന്നെ ഒരുപാട് ഗെയിമിംഗ് ഒന്നും ഇല്ലാതെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു 6 മണിക്കൂർ വരെയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് അല്ല, പക്ഷേ എന്നാലും കുഴപ്പമില്ലാത്തതാണ്, നല്ലതെന്ന് ഞാൻ പറയും. അത് നമുക്ക് ഈ ബാറ്ററി ബാക്കപ്പിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ബാറ്ററി എന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ ഒരു ഹൈലൈറ്റ് ഫീച്ചർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ റിയൽമി ഈ ഫീച്ചറാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും വലിയ വ്യത്യസ്തമായ ഒരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണ ബാറ്ററി പെർഫോമൻസ് അല്ലെങ്കിൽ ഈ ചാർജിങ് രീതിയിലുള്ള കാര്യം ഒരു ഹൈലൈറ്റ് ഫീച്ചറായിട്ട് കാണിക്കത്തില്ല. ഇവിടുത്തെ അടുത്ത ഏറ്റവും നല്ല ഫീച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടുത്ത എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഇവിടുത്തെ ക്യാമറയാണ്. ക്യാമറ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്യാമറയൊന്നും കൊള്ളത്തില്ല. ഇവിടെ ഒരുപാട് ക്യാമറാസ് ഉണ്ട്. അതായത് ബാക്കിൽ 4 ക്യാമറയും ഫ്രണ്ടിൽ ഒരു ക്യാമറയുണ്ട്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാമറ എന്ന് പറയുന്നത് മെയിൻ സെൻസർ മാത്രമാണ്. നമ്മൾ ഈ മെയിൻ സെൻസർ എന്ന് പറയുന്നത് സോണിയുടെയാണ്. അത് 64 മെഗാ പിക്സൽ സെൻസറാണ്. അപ്പോൾ ഇത് വെച്ച് ഫോട്ടോ എടുക്കുവാണെങ്കിൽ നല്ല ക്രിസ്പായ നല്ല ഡൈനാമിക് റേഞ്ചുള്ള ഫോട്ടോസ് കിട്ടും. പക്ഷേ അതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു സെൻസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് ആ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഇച്ചിരി കൂടുതലാണ്. പക്ഷെ നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു സീനറി ഒക്കെ എടുക്കുവാണെങ്കിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്. അത് മാത്രമല്ല ഇപ്പം ലൈറ്റ് കുറഞ്ഞ സിറ്റുവേഷനിൽ എടുത്താൽ പോലും നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസാണ് വരുന്നത്. പക്ഷെ നമ്മൾ ബാക്കി വരുന്ന 3 ക്യാമറ നോക്കുവാണെങ്കിൽ അത്ര നല്ലതൊന്നുമല്ല. കാരണം ഇവിടെ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ എന്ന് പറയുന്നത് ഒരു 8 മെഗാ പിക്സൽ ക്യാമറയാണ്. അത് നമ്മൾ ഇത് വെച്ച് ഫോട്ടോ എടുക്കാൻ നേരത്ത് ലൈറ്റ് ഉണ്ടെങ്കിൽ തരക്കേടില്ലാത്ത ഫോട്ടോസ് കിട്ടും. എന്നാൽ പോലും അത്ര നല്ലതൊന്നുമല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റും. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാക്രോ ക്യാമറ വരുന്നുണ്ട്. അതൊരു 2 മെഗാ പിക്സൽ ക്യാമറ. അതുപോലെ തന്നെ ഒരു ഡെപ്ത് ക്യാമറയുണ്ട്. അതും ഒരു 2 മെഗാ പിക്സലാണ്. അത് രണ്ടും ഒരു ഗുണമില്ലാത്ത ക്യാമറാസാണ്, പക്ഷേ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ അവർ തന്നിരിക്കുന്നു, അത്രേ ഉള്ളൂ. അത് ഞാൻ ഉപയോഗിച്ചതേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുമില്ല. പിന്നെ ഫ്രണ്ട് ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു 32 മെഗാ പിക്സൽ ക്യാമറയാണ്. അപ്പോൾ ഈ ഫ്രണ്ട് ക്യാമറ 32 മെഗാ പിക്സൽ ക്യാമറ ആകുമ്പം നല്ല ഷോട്ട്സ് എടുക്കും നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടെങ്കിൽ അത്ര നല്ല ഷോട്ട്സ് ഒന്നും എടുക്കത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് പ്രോസസ്സിങ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ കാണാൻ നേരത്ത് അതിനകത്ത് ഒരുപാടായിട്ട് ആർട്ടിഫിഷ്യലായിട്ടൊരു ടോൺ ഉള്ള കണക്കാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ക്യാമറ വലിയ കാര്യമൊന്നുമല്ല, പക്ഷേ ബാക്ക് ക്യാമറ ഞാൻ പറഞ്ഞില്ലേ മെയിൻ സെൻസർ നല്ലതാണ്. അതൊരു കാര്യം കൂടെ പറയാനുണ്ട്. കാരണം വെച്ചാൽ ഈ ബാക്ക് ക്യാമറ വെച്ച് നമ്മൾ എടുക്കുന്ന വീഡിയോസും തരക്കേടില്ലാത്ത വീഡിയോസാണ്. നമ്മൾ 1080p എടുക്കുവാണെങ്കിൽ നമുക്ക് 60 FPS എടുക്കാൻ പറ്റും. നമുക്ക് 4K പോകുവാണെങ്കിൽ 30 FPS വരെ സപ്പോർട്ടുള്ളൂ. ഞാൻ 1080p 60 FPS ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് ഫോക്കസിങ് കൊള്ളാം. അതുപോലെ തന്നെ ആ കളേഴ്സ് എല്ലാം കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ബാക്ക് ക്യാമറയിൽ നിന്ന് വരുന്ന വീഡിയോസും ഇഷ്ടപ്പെട്ടായിരുന്നു. അത് ഈ പ്രൈസ് റേഞ്ച് നോക്കാൻ നേരത്തെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, ഈ ഫോൺ എന്ന് പറയുന്നത് 20,000 ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. അതിന് 2 വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബേസ് വേരിയൻറ്റ് എടുക്കുവാണെങ്കിൽ അതിനകത്ത് 6GB റാമും 128GB സ്റ്റോറേജാണ് വരുന്നത്. അതിൻ്റെ പ്രൈസാണ് 20,000. പിന്നെ അടുത്തൊരു വേരിയൻ്റ് ഉണ്ട്. അതിനകത്ത് 8GB റാമും 128GB സ്റ്റോറേജ് തന്നെയാണ് വരുന്നത്. അതിൻ്റെ പ്രൈസിങ് 22,000 ആണ്. അപ്പോൾ ഈ പ്രൈസിങ്ങിന് ഈ മെയിൻ ക്യാമറയുടെ പെർഫോമൻസ് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ ഫോണിനകത്ത് ആദ്യം തന്നെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് പകരം ഈ ക്യാമറയും ബാറ്ററി നോക്കിയത് അത് രണ്ടും ഈ ഫോണിനകത്ത് അവർ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് മാത്രമാണ്. കാരണം അതിനകത്ത് ഇനി ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. അതും ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ഫോണിൻ്റെ മോശമായ കാര്യമൊന്നുമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഡിസ്പ്ലേ നോക്കാൻ നേരം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് എന്ന് പറയുന്നത് ബെസലൊക്കെ കുറഞ്ഞ് നമുക്ക് ഹോൾ പഞ്ച് വരുന്ന ഡിസ്പ്ലേ തന്നെയാണ്. അത് മാത്രമല്ല ഇതൊരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. അത് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 6.4 ഇഞ്ചസ് ആണ്. ഇവിടുത്തെ റെസൊല്യൂഷൻ നല്ലതാണ്. 2400x1080p ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പിക്സൽ ഡെൻസിറ്റി 411 ആണ്. പിന്നെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റ് ആവുന്നുണ്ട്. പിന്നെ കളേഴ്സ് എല്ലാം കറക്റ്റാണ്. നമുക്ക് വ്യൂയിങ് ആംഗിൾസിനകത്ത് എനിക്ക് പ്രശ്നമൊന്നും വന്നില്ല. നല്ല ക്വാളിറ്റിയുള്ള പാനലാണ്. പക്ഷേ ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് സാധാരണ നമുക്ക് ഇപ്പോൾ റിയൽമി ഫോൺസോ അല്ലെങ്കിൽ OnePlus ഒക്കെ എടുക്കാൻ നേരത്ത് അവർ ഹൈപ്പിട്ട് കാണിക്കുന്നത് അതിൻ്റെ റിഫ്രഷ് റേറ്റ് 90 Hz അല്ലെങ്കിൽ 120 Hz ആയിരിക്കും എന്നാണ്. പക്ഷേ അതിന് പകരം ഇവിടെ 60 Hz മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാലും എനിക്കതൊരു മോശമായ കാര്യമായിട്ട് തോന്നിയില്ല. കാരണം ഇവിടുത്തെ യൂസർ ഇൻ്റർഫേസ് അത്യാവശ്യം ഫാസ്റ്റാണ്. സ്ലോ എന്ന സ്ഥലങ്ങളൊന്നും അധികം ഇല്ലായിരുന്നു. പക്ഷേ നിങ്ങൾ 90 Hz റിഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേ ഉപയോഗിച്ചൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. പക്ഷേ എന്നാലും ഈ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി നല്ലതായതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോഴൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡിസ്പ്ലേക്കകത്ത് കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ല. അത് ഈ 90 Hz ഇല്ലാത്തതും വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫ്രണ്ടിൽ വരുന്ന ഈ ഡിസ്പ്ലേ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഗൊറില്ല ഗ്ലാസ് 3 ആണ്. അപ്പോൾ അത് നല്ല കാര്യമാണ്. അതുകൊണ്ട് തന്നെ അധികം സ്ക്രാച്ച് ഒന്നും വീഴത്തില്ല. പക്ഷേ ഇവിടുത്തെ ഡ്യൂറബിലിറ്റിയുടെ കാര്യം പറയാൻ നേരത്ത് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി അത്ര നല്ലതൊന്നുമല്ല.
ഇതിൻ്റെ ബാക്ക് പോർഷൻ കാണുമ്പോൾ ചിലപ്പോൾ ചിലവർക്ക് തോന്നുന്നത് ഗ്ലാസ് ആണ്, പക്ഷേ ഇത് ഗ്ലാസ് അല്ല, ഇത് പ്ലാസ്റ്റിക് ബാക്ക് ആണ്. പക്ഷേ ഈ പ്ലാസ്റ്റിക് ബാക്കിനകത്ത് തന്നെ ഇവിടുത്തെ ടോൺ എല്ലാം കൊള്ളാം, കാരണം ഈ 2 ഗ്രേഡിയൻ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു സിൽവർ എഫക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി അത്ര നല്ലതൊന്നുമല്ല, പ്രത്യേകിച്ച് ഈ സൈഡ് ഫ്രെയിമും പ്ലാസ്റ്റിക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ബട്ടൺസ് കൊള്ളാം, ബട്ടൺസിനകത്ത് നല്ല ഫീഡ്ബാക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് അത് നല്ലൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ചാർജിങ് പോർട്ട് എന്ന് പറഞ്ഞാൽ USB-C അത് നല്ലോണം തന്നെ ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് കിട്ടുന്നുണ്ട്, അത് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊള്ളാം. പക്ഷെ നമ്മൾ മൊത്തത്തിലുള്ള ഈ ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കാൻ നേരത്ത് ഈ പ്ലാസ്റ്റിക് ഫ്രെയിം എന്ന് പറയുന്നത് അത്ര നല്ല ക്വാളിറ്റി ഉള്ളതൊന്നുമല്ല. അത് നമുക്ക് ഏറ്റവും എടുത്ത് അറിയാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം മാക്സ് വോളിയത്തിനകത്ത് എന്തെങ്കിലും ഒരു വീഡിയോ കാണുക അല്ലെങ്കിൽ ഗെയിം കളിക്കാൻ നേരത്ത് നമുക്ക് ചെറുതായിട്ട് തന്നെ ഈ ബാക്ക് പോർഷനിൽ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ആകാം, ഇപ്പോൾ ഗ്ലാസ് ആയെങ്കിൽ ചിലപ്പോൾ ആ പ്രശ്നം മാറിയേനെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എനിക്കധികം ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ നമ്മളിവിടുത്തെ സൗണ്ടിൻ്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഇവിടുത്തെ സ്പീക്കേഴ്സിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. ഡ്യുവൽ സ്പീക്കേഴ്സാണ് ഈ അടി കാണുന്നതും, അതുപോലെ തന്നെ ഈ ഇയർ പീസും സ്പീക്കറാണ്. അത് നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കറാണ്. അപ്പോൾ നല്ല സൗണ്ട് ഔട്ട്പുട്ട് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ല രീതിയിൽ തന്നെ ആ സൗണ്ടിൻ്റെ ലൗഡ്നെസ്സും കൂടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ബേളുള്ളൊരു സ്ഥലത്തിൽ നമ്മളിപ്പോൾ വീഡിയോ കാണുവാണെങ്കിൽ തന്നെ നമുക്ക് ഈ ലൗഡ് സ്പീക്കറിൽ നിന്ന് തന്നെ കണ്ടന്റ് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോണിന് വാട്ടർ റെസിസ്റ്റൻസ് ഒന്നും ഇല്ല. പക്ഷേ റിയൽമി പറഞ്ഞേക്കുന്നത് നമുക്കിവിടെ വാട്ടർ റെസിസ്റ്റൻസിന് പകരം ഒരു വാട്ടർ റിപ്പല്ലൻറ്റ് കോട്ടിംഗ് തന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ മഴയത്തൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് ഫോൺ എടുത്ത് നോക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ അതൊന്നും വലിയ പ്രശ്നം വരത്തില്ലെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. പക്ഷേ നമുക്ക് ഒഫീഷ്യലായിട്ട് വാട്ടർ റെസിസ്റ്റൻസ് റേറ്റിംഗ് ഒന്നുമില്ല. പിന്നെ സിമ്മിൻ്റെ കാര്യം പറയാൻ നേരത്ത് നമുക്കിവിടെ ഡ്യുവൽ സിം സപ്പോർട്ട് ഉണ്ട്. അത് രണ്ടും 4G അല്ലെങ്കിൽ LTE സിം ആകാം. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയും ബിൽഡ് ക്വാളിറ്റി നോക്കി സ്ഥിതിക്ക് നമുക്ക് അടുത്ത് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറയാൻ നേരത്ത് നമുക്ക് ഇതിൻ്റെ പ്രൊസർ എന്തോന്ന് അറിയണം. അപ്പോൾ പ്രൊസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ പ്രൊസറാണ് വന്നിരിക്കുന്നത്, പക്ഷേ മിഡ് റേഞ്ച് പ്രൊസറാണ്. സ്നാപ്ഡ്രാഗൻ്റെ 720G എന്ന് പറഞ്ഞ പ്രൊസറാണ്. അതൊരു 8 നാനോമീറ്റർ പ്രൊസറാണ്, ഒക്ടോകോറാണ്. പക്ഷേ എന്നാലും ഇതൊരു ഹൈ എൻഡ് ഒന്നുമല്ല. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചോണം. അത് മാത്രമല്ല, നമ്മളിപ്പം നോഡി വരുന്ന 765G, അതുപോലെ തന്നെ ഗൂഗിൾ പിക്സൽ 4a വരുന്ന 730G എന്ന് പറയുന്നത് ഇതെല്ലാം ഏതാണ്ട് ഒരു സീരീസ് വരുന്നതാണെങ്കിലും ഗ്രാഫിക്സ് പെർഫോമൻസിനകത്താണ് ഏറ്റവും വ്യത്യാസം വരുന്നത്. അതിനകത്ത് തന്നെ ഈ 720G ആണ് ഏറ്റവും താഴെ നിൽക്കുന്ന പ്രൊസർ. അത് നമ്മളിപ്പോൾ 765G, അതായത് OnePlus നോഡി വരുന്ന പ്രൊസറായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ OnePlus നോഡിൻ്റെയാണ് ബെറ്റർ ഗ്രാഫിക്സ് വരുന്ന പ്രൊസർ. അത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റിയൽമി 7 പ്രോയിനകത്ത് ഗെയിം കളിക്കുന്ന സമയത്ത് ചെറിയൊരു ലാഗ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതിപ്പം ആസ്ഫോൾട്ട് ലാൻഡിനകത്ത ഗെയിമിനകത്തൊക്കെ ചില സ്ഥലത്ത് ഗ്രാഫിക്സ് കൂടുന്ന സ്ഥലത്തൊക്കെ ആ ഒരു ഫ്രെയിം ഡ്രോപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ഗെയിമറിന് പറ്റിയ ഫോണൊന്നുമല്ല. അപ്പോൾ ഗെയിമിംഗ് ആണ് നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി എങ്കിൽ ഈ ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫോണല്ല. പക്ഷേ എന്നാൽ നമ്മൾ സാധാരണ ഉപയോഗം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ബ്രൗസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നെറ്റ് ബ്രൗസിങ്ങോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു മെസ്സേജ് അയക്കുക, കോൾ ചെയ്യുക, അങ്ങനത്തെ കാര്യത്തിനകത്തൊന്നും പ്രശ്നമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഫോട്ടോ എടുക്കുന്ന കാര്യമായാൽ പോലും ക്യാമറയ്ക്കകത്തൊന്നും അങ്ങനെ ലാഗ് ഒന്നും കണ്ടില്ല. അപ്പോൾ നമുക്ക് നോർമൽ യൂസേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൊസറിനകത്ത് ഒരു പ്രശ്നങ്ങളും വരത്തില്ല, കാരണം ഇതിൻ്റെ പെർഫോമൻസിനകത്ത് അങ്ങനെ പ്രശ്നങ്ങളില്ല. പക്ഷേ ഗ്രാഫിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നേരത്ത്, അതായത് ഗെയിമിംഗ് സമയത്ത് ഈ പ്രൊസർ ആയതിൻ്റെ പോരായ്മ നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്. അതൊരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. ഇതൊരു ഒപ്റ്റിക്കൽ സ്കാനറാണ്. തിരക്കേടില്ലാത്ത സ്പീഡുണ്ട്. അതും അക്യുറസിക്കകത്തും അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നില്ല. അതുകൊണ്ട് തന്നെ അതും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ബ്ലൂടൂത്ത് വേർഷൻ അത് 5.1 ആണ്. പിന്നെ വൈഫൈ എന്ന് പറയുന്നത് ഡ്യുവൽ ബാൻഡ് വൈഫൈ തന്നെയാണ്. അതുകൊണ്ട് അതിനകത്തൊന്നും കുഴപ്പങ്ങളില്ല. പിന്നെ നമുക്ക് ഇവിടെ NFC കിട്ടുന്നില്ല, അതിന് പകരം നമുക്ക് ബാക്കിയുള്ള എല്ലാ സെൻസേഴ്സും ഉണ്ട്. അപ്പോൾ അതിനകത്തും പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ എൻ്റെ വെയിറ്റിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ, ഈ ഫോൺ ഒരുപാട് വെയിറ്റ് കൂടിയ ഫോണൊന്നുമല്ല, അതും കയ്യിൽ ഒതുങ്ങുന്നൊരു ഫോൺ തന്നെയാണ്. പിന്നെ ഡിസ്പ്ലേയുടെ സൈഡ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു കേർവ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ കറക്റ്റായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫോൺ തന്നെയാണ്. പിന്നെ ഈ ഫോണിനകത്ത് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുമെന്ന് കരുതാതെ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ആണ്. ഇവിടെ ആൻഡ്രോയിഡ് 10 റിയൽമി UI സ്കിന്നാണ് വന്നിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് കണക്കാണ്. ചില സ്ഥലത്തൊക്കെ മാത്രമേ ഉള്ളൂ ആ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് കിട്ടാത്തത്. നമുക്ക് സെറ്റിംഗ്സ് മെനുവിൽ കയറുമ്പോഴാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ എന്നാൽ നമ്മൾ മൊത്തത്തിലുള്ള യൂസർ ഇൻ്റർഫേസ് നോക്കാൻ നേരത്ത് അത്യാവശ്യം സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെയാണ്. അതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവിടെ ബ്ലോട്ട്വെയർ ഒക്കെ ഇച്ചിരി ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും നമുക്ക് അതിനകത്ത് ലാഗ് ഒന്നും അനുഭവപ്പെട്ടില്ല. അത് കൊള്ളാം. പിന്നെ അത് മാത്രമല്ല, അതിനകത്ത് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോണിനകത്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിൻ്റെ കാര്യം പറയാൻ നേരത്ത് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് അല്ല, അതായത് നമുക്ക് ആൻഡ്രോയിഡ് 10 എന്നുള്ള ആൻഡ്രോയിഡ് 11 വരുന്ന അപ്ഡേറ്റ് അല്ല, അതിന് പകരം സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഈ ഫോൺ സെക്യൂർ ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം തന്നെയാണ്. പിന്നെ അവസാനമായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഫോൺ ഒരുപാട് ചൂടാവുമെന്ന് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള കാര്യം ചെയ്താലും അധികം ചൂടാവത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൊസർ എന്ന് പറയുന്നത് ഒരുപാട് പവർ കൂടിയ പ്രൊസറൊന്നും അല്ല, അതായത് നമുക്ക് ഒരുപാട് പെർഫോമൻസ് തരുന്ന ഒരു പ്രൊസറല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് ചൂട് വരാത്തത്. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞില്ലേ, ഗെയിമേഴ്സിന് പറ്റിയൊരു ഫോണല്ല, കാരണം ഗെയിമിംഗ് സമയത്ത് ലാഗ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് റിയൽമി 7 പ്രോൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ. ഈ പ്രൈസിങ്ങിന് ഈ ഫോണിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ചാർജിങ് സ്പീഡ് തന്നെയാണ്. പിന്നെ നല്ല ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഡിസ്പ്ലേ നല്ല ഒരെണ്ണമാണ്. AMOLED ആയതുകൊണ്ട് തന്നെ നല്ല ഷാർപ്പായ കളേഴ്സാണ്, നല്ല വ്യൂയിങ് ആംഗിൾസും നല്ല ക്വാളിറ്റി എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നല്ലൊരു സ്പീക്കർ സിസ്റ്റം തരുന്നുണ്ട്, നമുക്ക് കണ്ടന്റ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ സ്പീക്കർ സിസ്റ്റത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇയർ പീസ് നല്ലതായതുകൊണ്ട് തന്നെ നമുക്ക് കോളിംഗ് സമയത്ത് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഹെഡ്ഫോൺ ജാക്കിൻ്റെ ക്വാളിറ്റി നല്ലതായിരുന്നു.
അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ഏറ്റവും ഹൈപ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ, മെയിൻ ക്യാമറ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് കിട്ടുന്നതും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ ഫോണിൻ്റെ പോരായ്മകൾ നോക്കാൻ നേരത്ത് പ്രൊസസ്സർ എന്ന് പറയുന്നത് ഒരു പോരായ്മയാണ്. അത് നമുക്ക് ഒരു നോർമൽ യൂസർ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ തോന്നും. പക്ഷേ ഇപ്പോൾ ഒരു ഗെയിമറൊക്കെ ആണെങ്കിൽ പ്രൊസസ്സർ വലിയൊരു പോരായ്മയാണ്. അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിയും കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു. അപ്പോൾ ഈ പ്രൈസിങ് വരാൻ നേരത്ത് ഈ ഫോൺ നിങ്ങൾ എടുക്കണോ വേണമെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉപയോഗം അനുസരിച്ചാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ല ബാറ്ററി പെർഫോമൻസ് അല്ലെങ്കിൽ നല്ല ചാർജിങ്, അതിൻ്റെ കൂടെ തന്നെ നല്ല മീഡിയ എക്സ്പീരിയൻസ് വരുന്നൊരു ഫോൺ. പിന്നെ ക്യാമറയുടെ കാര്യത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റണം, തിരക്കായിട്ടുള്ള വീഡിയോസ് എടുക്കാൻ പറ്റുന്ന ഒരു ഫോണാണ് വേണ്ടതെങ്കിൽ ഈ റിയൽമി 7 Pro ഈ ബഡ്ജറ്റിന് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ നിങ്ങൾ ഒരുപാട് പെർഫോമൻസ് കൂടിയൊരു ഫോണാണ് നോക്കുന്നത്, അതായത് നിങ്ങളൊരു ഹെവി യൂസറാണ്, ഒരു ഗെയിമറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അന്നേരം ഈ ഫോൺ അത്ര ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ലാഗും കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് ആ ഗെയിമിംഗ് എക്സ്പീരിയൻസ് അത്യാവശ്യം മോശമാണ്. അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ട് ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.